Today we are going to discuss about another crystallographic law, law of rational indices. This law states that the ratio of intercepts of different faces of a crystal with three axes are constant and can be expressed by rational numbers, that the intercept of any face of crystal along the crystallographic axis are either equal to unit intercepts A, B, C or some simple whole number multiples of them. അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ക്രിസ്റ്റലോഗ്രാഫിക് പ്ലെയിൻ ആണ് നമ്മൾ ഈ കണ്ടത്, ഈ താഴെ നമ്മൾ പിക്ചറിൽ കണ്ടത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സെഡ് ആക്സിസ്, ദെൻ എക്സ്, ദെൻ വൈ, അങ്ങനെ 3 ആക്സിസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു കോർണറാണ്, ഒരു ക്രിസ്റ്റലിൻ്റെ കോർണറാണിത്. അപ്പോൾ അതിൻ്റെ ഫേസിൽ നമ്മൾ എക്സ് വൈ സെഡ് എന്ന് പറയുന്ന മൂന്ന് ആക്സിസ് എടുത്തു. 3 ആക്സിസിൽ നമ്മൾ അതിൻ്റെ ഇൻ്റർസെപ്റ്റ് എടുത്തു അല്ലേ. ആക്സിസ് സെഡിൻ്റെ ഇൻ്റർസെപ്റ്റ് ആണ് സി അല്ലേ. ഒ സി എന്നുള്ള ഭാഗത്ത് ആ സി എന്ന് നമ്മൾ അടയാളപ്പെടുത്തിയാണ് ഈ സെഡിൻ്റെ ഇൻ്റർസെപ്റ്റ്. അതുപോലെ തന്നെ ഒ എ എന്നുള്ള എ എന്ന് അടയാളപ്പെടുത്തിയാണ് നമ്മൾ എക്സിൻ്റെ ഇൻ്റർസെപ്റ്റ്. അതുപോലെ തന്നെ ഈ വൈ ആക്സിസിൽ ഒ ബി എന്ന് അടയാളപ്പെടുത്തിയ സ്മോൾ ബി ആണ് അതിൻ്റെ ഇൻ്റർസെപ്റ്റ്. ഓക്കെ, നമ്മുടെ സിൻ്റെ ഒ ബിൻ്റെ ഇൻ്റർസെപ്റ്റ് ബി ആണ്. അപ്പം നമ്മൾ 3 ഇൻ്റർസെപ്റ്റുകൾ കിട്ടി. ഈ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ അതിൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് റാഷണൽ നമ്പർ ആയിട്ട് അതിനെ മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് ആ ക്രിസ്റ്റലോഗ്രാഫിക് ആക്സിസിൻ്റെ ഇൻ്റർസെപ്റ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ദ ലോ സ്റ്റേറ്റ് ദാറ്റ് അതിൻ്റെ റേഷ്യോ ഓഫ് ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് എ ക്രിസ്റ്റൽ വിത്ത് 3 ആക്സിസ് ആർ കോൺസ്റ്റന്റ് ആൻഡ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ബൈ rational numbers, that the intercept of any face of a crystal along the crystallographic axis are either equal to unit intercept ABC. അപ്പോൾ നമ്മൾ ABC എന്ന് പറയുന്ന യൂണിറ്റ് ഇൻ്റർസെപ്റ്റ് ആണ്. അതിൽ ഒരു യൂണിറ്റ് വെച്ചിട്ടുള്ള ഇൻ്റർസെപ്റ്റ് ആണ് ABC എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എത്ര യൂണിറ്റും അങ്ങനെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മൾ ഓരോ റാഷണൽ നമ്പർ അല്ലെങ്കിൽ ഹോൾ നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് ആ ക്രിസ്റ്റലോഗ്രാഫിക് റേഷ്യോ കിട്ടും, ആക്ച്വൽ റേഷ്യോ കിട്ടും. അതിനാണ് നമ്മൾ ഈ ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്. ഈ ലോ കൊണ്ടുവന്നത് ഹേ എന്ന് പറയുന്ന RJ ഹേ 1784 ദ ലോ ഓഫ് റാഷണൽ ഇൻഡൈസസ് കൊണ്ടുവന്നത്. അപ്പോൾ ഈ റാഷണൽ ഇൻഡൈസസിന്റെ ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ദ ഇന്റർസെപ്റ്റ് ഓഫ് എനി പ്ലെയിൻ ഓഫ് എ ക്രിസ്റ്റൽ അലോങ് ദി ക്രിസ്റ്റലോഗ്രാഫിക് ആക്സിസ് ആർ ഐദർ ഈക്വൽ ടു ദ യൂണിറ്റ് ഇന്റർസെപ്റ്റ് ഓർ സം സിമ്പിൾ റാഷണൽ നമ്പർ മൾട്ടിപ്പിൾ ഓഫ് ദം. അപ്പോൾ ക്രിസ്റ്റലോഗ്രാഫിക് ആക്സിസിന്റെ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് ഇന്റർസെപ്റ്റ് ആവാം, അല്ലെങ്കിൽ സിമ്പിൾ റാഷണൽ നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തതാവാം. ഓക്കെ, അപ്പോൾ A:B:C, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ഇവിടെ N ഡാഷ് അതുപോലെ N⋯ എന്ന് പറയുന്നത് നമ്മുടെ ഹോൾ നമ്പർ അല്ലെങ്കിൽ റാഷണൽ നമ്പർ ആണ്. അതിനെ എയും ബിയും സി കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ N⋯B N⋯C അങ്ങനെ കിട്ടും. ഇതിൽ N⋯N⋯ എന്ന് പറയുന്ന ഹോൾ നമ്പർ ആണ്. ദെൻ ABC എന്ന് പറയുന്നത് ഇന്റർസെപ്റ്റ് ആണ്, യൂണിറ്റ് ഇന്റർസെപ്റ്റ് ആണ്. ഓക്കെ, ഇതിനെ നമുക്ക് N⋯N⋯ നമ്മൾ വീസ് ഇൻഡൈസസ് എന്ന് പറയും. അപ്പോൾ ആ കോയിഫിഷ്യന്റിനെ പറയുന്ന പേരാണിത് വീസ് ഇൻഡൈസസ് അല്ലെങ്കിൽ വീസ് കോയിഫിഷ്യന്റ്. 2 പേര് പറയാം, വീസ് ഇൻഡൈസസ് അല്ലെങ്കിൽ വീസ് കോയിഫിഷ്യന്റ്. അപ്പോൾ RJ ഹേ 1784 കൊണ്ടുവന്ന ഒരു ലോ ആണ് ഇത്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ക്രിസ്റ്റലോഗ്രാഫിക് ആക്സിസ് ആൻഡ് ക്രിസ്റ്റലോഗ്രാഫിക് ആംഗിൾസ് ആണ്, ആക്ച്വൽ ആംഗിൾസ്. അപ്പോൾ നമ്മൾ ഇവിടെ 3 കോർഡിനേറ്റ് എക്സ് വൈ സെഡ് ഇതിനെ പറയുന്ന പേരാണ് ക്രിസ്റ്റലോഗ്രാഫിക് ആക്സിസ്. അതുപോലെ തന്നെ ആംഗിൾ ബിറ്റ്വീൻ വൈ ആൻഡ് സെഡ്, വൈൻ്റെയും സെഡിൻ്റെയും ഇടയിലുള്ളതാണ് ആൽഫ. അതുപോലെ തന്നെ എക്സിൻ്റെയും സെഡിൻ്റെയും ഇടയിലുള്ളതാണ് ബീറ്റ. അതുപോലെ എക്സിൻ്റെയും വൈൻ്റെയും ഇടയിലുള്ള ആംഗിളാണ് ഗാമ. ഈ ആൽഫ ബീറ്റ ഗാമ ഈ ആംഗിൾസിനെ പറയുന്ന പേരാണ് ആക്ച്വൽ ആംഗിൾസ് എന്ന്. ഓക്കെ, യൂണിറ്റ് പ്ലെയിൻ എന്താണ്, എ പെർട്ടിക്കുലർ പ്ലെയിൻ ഓഫ് ദി ക്രിസ്റ്റൽ വിച്ച് കട്ട്സ് ഓൾ ദ ക്രിസ്റ്റലോഗ്രാഫിക് ആക്സിസ് ക്യാൻ ബി ചൂസൺ ഇൻ ടേംസ് ഓഫ് വിച്ച് ദ ക്രിസ്റ്റൽ ഫേസസ് മേ ബി ഡിസ്ക്രൈബ്ഡ്. ഇറ്റ് ഈസ് കോൾഡ് സ്റ്റാൻഡേർഡ് പ്ലെയിൻ ഓർ യൂണിറ്റ് പ്ലെയിൻ. അപ്പോൾ ഒരു യൂണിറ്റ് പ്ലെയിൻ എന്ന് പറയുന്നത് ഈ ക്രിസ്റ്റലോഗ്രാഫിക് ആക്സിസിനെല്ലാം കട്ട് ചെയ്ത് പോകുന്ന ഒരു പ്ലെയിൻ ആണ്. അത് ക്രിസ്റ്റൽ ഫേസസിനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇറ്റ് ഈസ് കോൾഡ് സ്റ്റാൻഡേർഡ് പ്ലെയിൻ ഓർ യൂണിറ്റ് പ്ലെയിൻ. ഇനി ആക്ച്വൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, ദ റേഷ്യോ ഓഫ് ഇന്റർസെപ്റ്റ്സ് made by unit plane on the crystallographic axis, that is A:B:C.
അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്റർസെപ്റ്റ് ആണ് എയും ബിയും സിയും. അതിന്റെ റേഷ്യോനെ നമ്മൾ എന്ത് പറയും? ആക്സിയൽ റേഷ്യോ എന്ന് പറയും. ഇനി എലമെന്റ് ഓഫ് ദി ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ദ പൊസിഷൻ ഓഫ് എനി ക്രിസ്റ്റൽ ഫേസ് മേ ബി ഡിസ്ക്രൈബ്ഡ് ഇൻ ടേംസ് ഓഫ് ആക്സിയൽ റേഷ്യോസ് ആൻഡ് ആക്സിയൽ ആംഗിൾസ് വിച്ച് ആർ ടുഗദർ നോൺ ആസ് എലമെന്റ് ഓഫ് ദി ക്രിസ്റ്റൽ. അപ്പോൾ നമ്മൾ ക്രിസ്റ്റൽ ഫേസിന്റെ പൊസിഷൻ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്സിയൽ റേഷ്യോസും ആക്സിയൽ ആംഗിൾസ് ഉപയോഗിക്കുന്നുണ്ട്, ടുഗദർ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിനെ നമ്മൾ എന്ത് പറയും? എലമെന്റ്സ് ഓഫ് ദി ക്രിസ്റ്റൽ. ഇനി നമ്മൾ ഈ ലോ അക്കോർഡിംഗ് ചെയ്യുന്ന എന്താണ്? അക്കോർഡിംഗ് ടു ദി ലോ, the ratio of the intercept of any crystal plane on the crystallographic axis is given by LA is to MB is to NC. ഇതിൽ L M N എന്ന് പറയുന്നത് നമ്മളെ ഹോൾ നമ്പറാണ്. നമ്മൾ വേറൊരു നമ്പർ കൊടുത്തു എന്നേ ഉള്ളൂ. അതിൽ നമ്മൾ നേരത്തെ N N', N" പറഞ്ഞ പോലെ തന്നെ നമുക്ക് L M N അങ്ങനെയാണ് നമ്മൾ ആ പിക്ചറിൽ കൊടുത്തത്. അതുകൊണ്ട് നമ്മൾ LA is to MB is to NC എന്ന് കൊടുത്തു. where A, B, C are unit intercept along the crystallographic axis. ഇതിൽ L, M, N എന്ന് പറയുന്നത് റാഷണൽ നമ്പേഴ്സ് ആണ്, അല്ലെങ്കിൽ ഹോൾ നമ്പേഴ്സ് ആണ്. അപ്പോൾ ഈ കോഎഫിഷ്യന്റ് ഓഫ് L, M, N എന്ന് പറയുന്നത് എന്താണ്? വീസ് ഇൻഡേഴ്സസ് ഓർ വീസ് കോഎഫിഷ്യന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിന് വേറൊരു പേര് കൊടുത്തു എന്നുള്ളൂ. L, M, N എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് ആൽഫബറ്റ് കൊടുത്തതേ ഉള്ളൂ. ഓക്കെ, വീസ് ഇൻഡേഴ്സസ് അല്ലെങ്കിൽ വീസ് കോഎഫിഷ്യന്റ്. ഇനി എന്താണ് സ്പേസ് ലാറ്റിസ് എന്ന് പറയുന്നത്? A regular array of points in 3 dimension is commonly called space lattice. അപ്പോൾ നമ്മൾ ഒരു കുറച്ച് പോയിന്റ്സിന്റെ റെഗുലർ അരേക്ക് പറയുന്ന പേരാണ്, 3 ഡയമെൻഷനിലുള്ള റെഗുലർ അരേക്ക് പറയുന്ന പേരാണ് എന്ത്? സ്പേസ് ലാറ്റിസ് അല്ലെങ്കിൽ ലാറ്റിസ്. ഈച്ച് പോയിന്റ് ഇൻ സ്പേസ് ലാറ്റിസ് റെപ്രസെന്റ് an atom or group of atom. Each point in space lattice has identical surrounding throughout. അപ്പോൾ ഏത് സ്പേസ് ലാറ്റിസിലും അതിന് ഐഡന്റിക്കൽ ആയിട്ടുള്ള സറൗണ്ടിങ്സ് ഉണ്ടാവും. അപ്പോൾ യൂണിറ്റ് സെല്ലും സ്പേസ് ലാറ്റിസും ആണ് നമ്മളിവിടെ കാണിച്ചത്. അപ്പോൾ യൂണിറ്റ് സെല്ല് എന്ന് പറയുമ്പോൾ ഓരോ സ്പേസ് ലാറ്റിസിലുള്ള പോയിന്റ്സിലും ഓരോ യൂണിറ്റ് സെൽ ഉണ്ടാവും. അതിന്റെ സറൗണ്ടിങ്സ് ഭാഗത്തെ നമ്മൾ എന്ത് പറയുന്നത്? സ്പേസ് ലാറ്റിസ് എന്ന് പറയുന്നത്. ഇനി യൂണിറ്റ് സെൽ എന്താണ്? യൂണിറ്റ് സെൽ ഈസ് ഡിഫൈൻഡ് ആസ് ദി സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ഹാവിംഗ് ദി ഫുൾ സിമെട്രി ഓഫ് ദി ക്രിസ്റ്റൽ സ്ട്രക്ചർ. അപ്പോൾ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ആണ് യൂണിറ്റ് സെല്ല്. അതിന് നമ്മുടെ ഈ സെല്ലിന്റെ ഫുൾ സിമെട്രി ഉണ്ടാവും. നമ്മുടെ ക്രിസ്റ്റൽ സ്ട്രക്ചറിന്റെ ഫുൾ സിമെട്രി ഒരു യൂണിറ്റ് സെല്ലിൽ തന്നെ കാണാൻ പറ്റും. ദ ലാറ്റിസ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ലാറ്റിസ് പാരാമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? The physical dimension of unit cell in a crystal lattice. Physical dimension of unit cell in a crystal lattice നെ പറയുന്ന പേരാണ് ലാറ്റിസ് പാരാമീറ്റർ. Then lattices in 3 dimension generally have 3 lattice constant referred to as A, B, C. നമ്മൾ പറഞ്ഞ A, B, C നമ്മുടെ ഇന്റർസെപ്റ്റ് ആണ് അതിന്റെ ലാറ്റിസ് പാരാമീറ്റർ അല്ലെങ്കിൽ ലാറ്റിസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഈ ലാറ്റിസ് പ്ലെയിൻ എന്താണ്? The sets of parallel and equidistant plane of a crystal lattice passing through the lattice point and lying parallel to the crystal faces are called lattice planes. അപ്പം നമ്മൾ സെറ്റ് ഓഫ് പാരലൽ ആൻഡ് ഇക്വിഡിസ്റ്റന്റ് പ്ലെയിൻസിനെ നമ്മൾ പറയുന്ന പേരാണ് ലാറ്റിസ് പ്ലെയിൻ. ക്രിസ്റ്റൽ ലാറ്റിസ് പ്ലെയിൻ അത് പാസിംഗ് ത്രൂ ദി ലാറ്റിസ് പോയിന്റ്സ് ആൻഡ് ലൈയിങ് പാരലൽ ടു ദി ക്രിസ്റ്റൽ ഫേസ്. അപ്പോൾ ക്രിസ്റ്റൽ ഫേസിന് പാരലൽ ആയിരിക്കും, അതുപോലെ തന്നെ അത് ലാറ്റിസ് പോയിന്റ്സിനെ പാസ് ചെയ്ത് പോവുകയും ചെയ്യും. ഓക്കെ, ഇതിനാണ് നമ്മൾ ലാറ്റിസ് പ്ലെയിൻ എന്ന് പറയാം. ഇനി മില്ലർ ഇൻഡേഴ്സസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഇൻഡേജേഴ്സ് വിച്ച് ആർ ദി റെസിപ്രോക്കൽ ഓഫ് ഇറ്റ്സ് പീസ് കോഎഫിഷ്യന്റ് വിത്ത് ഫ്രാക്ഷൻസ് ക്ലിയർഡ്. അപ്പോൾ നമ്മൾ നേരത്തെ വീസ് കോഎഫിഷ്യന്റ് എന്താന്ന് പഠിച്ചു, അതിന്റെ റെസിപ്രോക്കലാണ് എന്ത്? മില്ലർ ഇൻഡേഴ്സസ്. അത് ഇൻറ്റീജേഴ്സ് ആയിരിക്കും, അപ്പോൾ അതിന് ഫ്രാക്ഷൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഫ്രാക്ഷൻ ക്ലിയർ ചെയ്തിട്ട് നമ്മൾ വീസ് കോഎഫിഷ്യന്റിന്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് അതിന്റെ ഫ്രാക്ഷൻ ക്ലിയർ ചെയ്താൽ നമുക്ക് മില്ലർ ഇൻഡേഴ്സസ് കിട്ടും. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റേഴ്സ് ആണ് H, K, L. അങ്ങനെ 3 കോർഡിനേറ്റ്സ് ആയിട്ടാണ് നമ്മൾ മില്ലർ ഇൻഡേഴ്സസ് പറയാം. അപ്പം നമ്മളിവിടെ ഒരു മില്ലർ ഇൻഡേഴ്സസിന്റെ ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തത്. ഇപ്പം നമുക്ക് കിട്ടിയത് പ്ലെയിൻ ഇന്റർസെപ്റ്റ് ആക്സിസ് 3A, 2B, 2C അല്ലേ? ഇതാണ് ഇതിൽ 3, 2, 2 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വീസ് ഇൻഡേഴ്സസ് ആണ്. 3, 2, 2. നമുക്കറിയാം വീസ് ഇൻഡേഴ്സസിന്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് അതിന്റെ ഫ്രാക്ഷൻസ് ക്ലിയർ ചെയ്താൽ നമുക്ക് മില്ലർ ഇൻഡേഴ്സസ് കിട്ടും. അപ്പൊ വീസ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ കണ്ടോ, ഇവിടെ 3, ഇവിടെ 2, അതുപോലെ ഇത് 2. അപ്പൊ ഇത് വീസ് ഇൻഡേഴ്സസ് ആണ്. നമുക്ക് ആദ്യം കിട്ടിയ 3, 2, 2 എന്ന് പറയുന്നത്. അതിനെ നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ റെസിപ്രോക്കൽ എടുത്തു. അപ്പൊ 3ന്റെ 1/3, 2ന്റെ 1/2, then 2ന്റെ 1/2. ഇനി നമ്മൾ ഇതിന്റെ ഫ്രാക്ഷൻ എങ്ങനെ ക്ലിയർ ചെയ്യാം? നമ്മൾ ഇത് സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 6 കൊണ്ട് നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 6/3 2, 6/2 3, 6/2 3. അപ്പൊ നമുക്ക് മില്ലർ ഇൻഡേഴ്സസ് എന്തായി? നമ്മൾ ഇന്റീജർ ആയിട്ട് നമുക്ക് കിട്ടി.
2 3 3 ഓക്കെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മില്ലർ ഇൻഡേഴ്സസ് ഓഫ് ദി ഡയറക്ഷൻ പറയുന്നത് എന്താണ് 2 3 3 ഓക്കെ. ഇനി നമ്മൾ ഓരോന്നിൻ്റെയും മില്ലർ ഇൻഡേഴ്സസ് ആണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഓരോ പ്ലെയിൻസ് ആണ് ഇവിടെ കാണിച്ചത്. ഇതിൽ 2 0 0 ആണ് ഇതിൻ്റെ പ്ലെയിന്, ഈ പ്ലെയിനിൻ്റെ മില്ലർ ഇൻഡേഴ്സസ്. അതുപോലെ തന്നെ ഈ പ്ലെയിൻ്റെ ആണ് 1 0 0, then 1 1 0, then 1 1 1, ഇത് 1 0 0. അപ്പോൾ ഇതെങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇതിൻ്റെ വീസ് കോഎഫിഷ്യൻ്റ് എടുക്കുന്നു, അത് റെസിപ്രോക്കൽ ആക്കുന്നു, ദെൻ അതിൻ്റെ റെസിപ്രോക്കലിലുള്ള ഫ്രാക്ഷൻസ് ക്ലിയർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മില്ലർ ഇൻഡേഴ്സസ് കിട്ടും. ഓക്കെ. ഇനി ക്രിസ്റ്റലോഗ്രാഫിക് പ്ലെയിൻസ് നോക്കാം. ഇതിൽ ABC അല്ലേ, ABC എന്ന് പറയുന്ന 3 വീസ് കോഎഫിഷ്യൻസ് ആണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ വീസ് കോഎഫിഷ്യൻറ്റിൽ ഫസ്റ്റ് വൺ A ഭാഗം 1 ആണ് അല്ലേ, ഇതിൽ A 1, ദെൻ ബിയിലേക്ക് പോകുന്നത് 1 ആണ്, ദെൻ സിയിലേക്ക് പോകുന്നത് ഇൻഫിനിറ്റി ആണ് അല്ലേ, ഇതിൽ കാണുന്നില്ല, സിൻ്റെ ഭാഗം അത് ഇൻഫിനിറ്റി ആയിട്ട് നമ്മൾ എടുത്തു. ദെൻ അതിൻ്റെ റെസിപ്രോക്കൽ, അപ്പോൾ വീസ് കോഎഫിഷ്യൻ്റ് ആണ് 1 1 ഇൻഫിനിറ്റി, അതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു. അപ്പോൾ അതിനെ റെഡ്യൂസ് ചെയ്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 1 1 0 ഓക്കെ. 1 1 0 അതാണ് ഇതിൻ്റെ മില്ലർ ഇൻഡേഴ്സസ്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ എക്സാമ്പിളാണ് ABC നമ്മൾ എടുത്തു. ഇതിൽ ഹാഫ് ആണ് കിട്ടിയത്, A ഭാഗം ഹാഫ് ആണ്, കണ്ടോ, ഹാഫ് ആയിട്ടാണ് കിട്ടിയത്. ദെൻ B ഇൻഫിനിറ്റി ആയിട്ട് പോകുന്നു, ദെൻ C ഇൻഫിനിറ്റി ആയിട്ട് പോകുന്നു. അപ്പോൾ റെസിപ്രോക്കൽ എടുത്താൽ 1/1/2 എന്ന് പറഞ്ഞാൽ 2 ആണ്, 1/∞ 0, 1/∞ 0. അപ്പോൾ മില്ലർ ഇൻഡേഴ്സസ് എന്ന് പറയുന്നത് 2 0 0. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മില്ലർ ഇൻഡേഴ്സസ് കാണുക. ഓരോ പ്ലെയിൻസിൻ്റെയും നമുക്ക് മില്ലർ ഇൻഡേഴ്സസ് ഇതുപോലെ കാണാൻ പറ്റും. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ക്രിസ്റ്റൽ സിസ്റ്റം ആണ്. എന്താണ് ക്രിസ്റ്റൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? ക്രിസ്റ്റൽ സിസ്റ്റം ഈസ് എ മെത്തേഡ് ഓഫ് ക്ലാസിഫൈയിങ് ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് ഓൺ ദി ബേസിസ് ഓഫ് ദെയർ യൂണിറ്റ് സെൽ. അപ്പോൾ യൂണിറ്റ് സെല്ലിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് നമുക്ക് ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ ക്രിസ്റ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. There are 7 unique crystal system. 7 യൂണീക്ക് ആയിട്ടുള്ള ക്രിസ്റ്റൽ സിസ്റ്റം ഉണ്ട്, നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ ദ സിംപ്ലസ്റ്റ് ആൻഡ് മോസ്റ്റ് സിമെട്രിക് ദ ക്യൂബിക് ആണ് മോസ്റ്റ് സിമെട്രിക്കും അതുപോലെ തന്നെ സിംപ്ലസ്റ്റും ആയിട്ടുള്ളത്. അതിന് നമുക്ക് വേറൊരു പേരും കൂടെ പറയാം, ഐസോമെട്രിക്. എന്താണ് ഐസോമെട്രിക് സിസ്റ്റം അല്ലെങ്കിൽ ക്യൂബിക് സിസ്റ്റം. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾ ആണ് താഴെ കൊടുത്തത്. അപ്പോൾ ഐസോമെട്രിക് അല്ലെങ്കിൽ ക്യൂബിക്കിന് എക്സാമ്പിൾ ആണ് ഫ്ലൂറൈറ്റ്, ടെട്രാഗണിന് എക്സാമ്പിൾ ആണ് വുൾഫനൈറ്റ്, ഓർത്തോറോംബിക്കിന് എക്സാമ്പിൾ ആണ് ടാൻസനൈറ്റ്, മോണോക്ലിനിക് എക്സാമ്പിൾ ആണ് അസൂറൈറ്റ്, ട്രൈക്ലിനിക് എക്സാമ്പിൾ ആണ് ആമസോണൈറ്റ്, ഹെക്സഗണലിന് എക്സാമ്പിൾ ആണ് എമറാൾഡ്, ട്രൈഗണലിന് എക്സാമ്പിൾ ആണ് റോഡോക്രോസൈറ്റ്. ഓക്കെ. അങ്ങനെ നമ്മൾ 7 ക്യൂബിക് സിസ്റ്റം യുണീക്ക് ആയിട്ടുള്ള ക്രിസ്റ്റൽ സിസ്റ്റം ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പം അതിനുള്ള എക്സാമ്പിൾ ആണ് നമ്മളിവിടെ കൊടുത്തത്. ഓക്കെ.